ഹലോ ഫ്രണ്ട്സ്, എയർ ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. പുതിയത് മാത്രമല്ല, ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം ഇത്രയും നാളും ഷോർട്സിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പരിചയം. അപ്പോൾ ഇതെൻ്റെ ഫേസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചേട്ടനും ഞാനും അമ്മയും അച്ഛനും മോനും കൂടെയാണ് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നത് വരെയും അതിനുശേഷവും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ വണ്ടി പൂജിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ പൂജിക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ ചെന്ന് കുറച്ച് സമയത്തുള്ളിൽ തന്നെ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. മഴ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്തും പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി പൂജിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ ഫുള്ള് ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഗുരുവായൂരിൽ കൊണ്ടുപോയി വണ്ടി പൂജിക്കണമെന്നുള്ളത് ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്ന കാര്യമാണ്. ഇനി ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂർ പോയി തന്നെ പൂജിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അതങ്ങനെ തന്നെ സാധിച്ചു. വണ്ടിയൊക്കെ പൂജിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയും. അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും റൂമിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കാരണം പിറ്റേ ദിവസമാണ് നമ്മൾ തൊഴാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ രാവിലെ 3 തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തൊഴുതിറങ്ങിയിട്ടാണ് തുലാഭാരമൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഇടയായിട്ടാണെന്ന് തോന്നുന്നു ഗുരുവായൂരിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതൊന്നും അലൗഡല്ല. അപ്പോൾ കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടൻ വിളിച്ച് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് സെൽഫി എടുക്കുന്നതിലും നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അല്ലാതെ നമ്മുടെ അമ്പലത്തിൻ്റെ ക്ലിപ്സും ഒക്കെ എടുക്കുന്നത് എന്തോ അവിടെ റെസ്ട്രിക്റ്റഡ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് തൊഴുതു, തുലാഭാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്